തിരുവനന്തപുരം കല്ലമ്പലത്ത് ഹോട്ടൽ വ്യാപാരത്തിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയാൽ പിടിയിലായിരിക്കുന്നു. കല്ലമ്പലം സ്വദേശി നാസറാണ് പിടിയിലായത്. വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. ഏകദേശം 2 ലക്ഷം രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. സുനിഷ അയ്യല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, ഹോട്ടലിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തുകയായിരുന്നോ ഇയാൾ? അതെ അരുൺ, മനസ്സിലാക്കുന്നത് ഹോട്ടലിന്റെ മറവിൽ ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വലിയ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള ലഹരി വേട്ട അത് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം കല്ലമ്പലം ഭാഗത്തും പരിശോധന നടന്നത്. പല രീതിയിലാണ് ലഹരി വിൽപ്പന എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത്. ഇതാ ഒരു ഹോട്ടൽ, അത് ഈ പുല്ലൂർമുക്കിൽ, കല്ലമ്പലം പുല്ലൂർമുക്കിൽ ഒരു മലബാർ തട്ടുകട എന്ന പേരിലൊരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടലിൽ നിന്നാണ് ഇങ്ങനെ ലഹരി, ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഓരോ കടകളിലേക്കും ഇയാൾ എത്തിക്കുന്നത്. നാസർ എന്നയാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. അരുൺ, സംഭവിച്ചത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം വടശ്ശേരി കോണത്ത് പോലീസിന്റെ ഒരു പരിശോധന, ഡാൻസർ സംഘത്തിന്റെ ഒരു പരിശോധന നടന്നിരുന്നു. ഈ പരിശോധനയിൽ ഒരു സ്ത്രീയിൽ നിന്നും, ഒരു ചെറുകിട വ്യാപാരിയാണ്, ആ സ്ത്രീയിൽ നിന്നും ഈ പുകയില ഉൽപ്പന്നങ്ങൾ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു. പിന്നാലെ തന്നെ ഈ സ്ത്രീയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർക്ക് എത്തിച്ചു നൽകുന്നത് ഈ നാസർ എന്ന് പറഞ്ഞ ആളാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇയാൾ എത്തിക്കുന്നത് ഈ പറഞ്ഞതുപോലെ മലബാർ തട്ടുകടയിലേക്ക് സ്വാഭാവികമായും ഭക്ഷണം കഴിക്കാൻ എന്ന പേരിൽ ഹോട്ടലിലേക്ക് കയറുന്നു. ആർക്കും സംശയമൊന്നും തോന്നില്ല. പക്ഷേ അവിടെ നിന്നും വിൽപ്പന നടത്തുന്നത് ലഹരിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ ലഹരി വസ്തുക്കൾ കണ്ടെടുത്തിട്ടുള്ളത്. ഇയാളുടെ കാറിൽ നിന്നും മാത്രം 2 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലടക്കം ഇയാളുടെ വാഹനം നിരന്തരമായി പോകാറുണ്ട് എന്നുള്ളതാണ് ഡാൻസർ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും കല്ലമ്പലം പോലീസിന് ഇയാളെ കൈമാറിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. മൊത്ത വ്യാപാരിയാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ മറ്റ് ചെറുകിട വ്യാപാരികൾക്കെല്ലാം ഏത് രീതിയിലാണ് നൽകിയിട്ടുള്ളത്? കല്ലമ്പലം, വർക്കല, ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് ചെറിയ ചെറിയ കടകളിലെല്ലാം ഇയാൾ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിനടക്കം ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിയിട്ടുണ്ടോ, ആരുടെ അടുത്തൊക്കെയാണ് ഇയാൾ ഈ ലഹരി വസ്തുക്കൾ എത്തിച്ചിട്ടുള്ളത് തുടങ്ങി ഇയാൾക്കൊപ്പം മറ്റാളുകളുണ്ടോ എന്നതടക്കമുള്ള വിശദമായ വിവരങ്ങൾ അത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അരുൺ, എന്താല്ലേ, ഒരു തട്ടുകടയുടെ മറവിലാണ്, മലബാർ തട്ടുകട എന്ന് പേരിട്ടിട്ട് നാസർ അവിടെ നടത്തിയിരുന്നത് ലഹരി കച്ചവടമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സാമൂഹ്യദ്രോഹി, കുട്ടികളടക്കമുള്ളവർക്കൊക്കെ ഇത് ലഭ്യമാക്കുന്നതിന് ഇങ്ങനെയുള്ള ഇടനിലക്കാരാണ് പ്രധാനപ്പെട്ട കണ്ണികളായി തീരുക.